നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ഇന്ത്യൻ ഭരണഘടന, അടിയന്തരാവസ്ഥ, കൂറുമാറ്റ നിരോധന നിയമം, ബജറ്റ്. അടിയന്തരാവസ്ഥ. 3 തരം അടിയന്തരാവസ്ഥകളെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. 3 തരം അടിയന്തരാവസ്ഥകളെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. 1. ദേശീയ അടിയന്തരാവസ്ഥ. 2. സംസ്ഥാന അടിയന്തരാവസ്ഥ. 3. സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ വരുന്നത് അനുച്ഛേദം 352. സംസ്ഥാന അടിയന്തരാവസ്ഥ അനുച്ഛേദം 356. സാമ്പത്തിക അടിയന്തരാവസ്ഥ അനുച്ഛേദം 360. ഈ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളും പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളും പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 352 അനുസരിച്ചാണ് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 352 അനുസരിച്ചാണ് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങൾ: 1. യുദ്ധം, വിദേശ ആക്രമണം, സായുധ വിപ്ലവം. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങളാണ് യുദ്ധം, വിദേശ ആക്രമണം, സായുധ വിപ്ലവം. കേന്ദ്ര ക്യാബിനറ്റിൻ്റെ ലിഖിത രൂപത്തിലുള്ള ഉപദേശമുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂ. കേന്ദ്ര ക്യാബിനറ്റിൻ്റെ ലിഖിത രൂപത്തിലുള്ള ഉപദേശം ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂ. രാഷ്ട്രപതി പുറപ്പെടുവിച്ച ഒരു ദേശീയ അടിയന്തരാവസ്ഥ പാർലമെൻറ്റ് അംഗീകരിക്കേണ്ടത് 1 മാസത്തിനുള്ളിലാണ്. രാഷ്ട്രപതി പുറപ്പെടുവിച്ച ഒരു ദേശീയ അടിയന്തരാവസ്ഥ പാർലമെൻറ്റ് അംഗീകരിക്കേണ്ടത് 1 മാസത്തിനുള്ളിലാണ്. പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റ് അംഗീകരിച്ച ദേശീയ അടിയന്തരാവസ്ഥ 6 മാസം നിലനിൽക്കും. പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റ് അംഗീകരിച്ച ദേശീയ അടിയന്തരാവസ്ഥ 6 മാസം നിലനിൽക്കും. ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തോടെ എത്ര വേണമെങ്കിലും ദേശീയ അടിയന്തരാവസ്ഥ നീട്ടാവുന്നതാണ്. ഇന്ത്യയിൽ ഇതുവരെ 3 തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1962, 1971, 1975. ഇന്ത്യയിൽ ഇതുവരെ 3 തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1962, 1971, 1975. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 1962 ഒക്ടോബർ 26. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1962 ഒക്ടോബർ 26. ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ഡോക്ടർ സക്കീർ ഹുസൈനാണ്. 1968 ജനുവരി 10. ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ഡോക്ടർ സക്കീർ ഹുസൈനാണ്. ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. രാഷ്ട്രപതി ഭരണം ആദ്യമായി പ്രഖ്യാപിച്ചത് പഞ്ചാബിലാണ്. 1961 ജൂൺ 21. രാഷ്ട്രപതി ഭരണം ആദ്യമായി പ്രഖ്യാപിച്ചത് പഞ്ചാബിലാണ്. ഗോപീചന്ദ് ഭാർഗവയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രാജിവെച്ചതിനെ തുടർന്ന് മറ്റൊരു മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയാതെ വന്നപ്പോഴായിരുന്നു ഇത്. എന്നാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് സഭയിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരു സംസ്ഥാന മന്ത്രിയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ട ആദ്യ സംസ്ഥാനം കേരളമാണ്. 1959 ജൂലൈ 31. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മണിപ്പൂറാണ്. 10 തവണ. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മണിപ്പൂർ, 10 തവണ. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്ന സംസ്ഥാനം പഞ്ചാബ്. ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ചൈനീസ് ആക്രമണമാണ്. ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ചൈനീസ് ആക്രമണം. ഇന്ത്യയിൽ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വി ഗിരി. 1971 ഡിസംബർ 3 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന്. ഇന്ത്യയിൽ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വി ഗിരി.
1971 ഡിസംബർ 3 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന്. മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ് 1975 ജൂൺ 25 ആഭ്യന്തര കലഹം. രണ്ടാമത്തെയും മൂന്നാമത്തെയും ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് BD ജാട്ടി ആക്ടിംഗ് പ്രസിഡൻ്റ് ആയിരുന്നു 1977 മാർച്ച് 21. രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥ പിൻവലിച്ചത് BD ജാട്ടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന ദേശീയ അടിയന്തരാവസ്ഥ രണ്ടാമത്തെ അടിയന്തരാവസ്ഥയാണ് 1971 to 77. ഒന്നാം ദേശീയ അടിയന്തരാവസ്ഥ സമയത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ. ഒന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ. രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രതിരോധ മന്ത്രി ജഗ്ജീവൻ റാം. 1975 അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തനായ കമ്മീഷനാണ് ഷാ കമ്മീഷൻ. രാഷ്ട്രപതി ഭരണം എന്ന പേരിലും സംസ്ഥാന അടിയന്തരാവസ്ഥ അറിയപ്പെടുന്നു. അനുച്ഛേദം 356 അനുസരിച്ചാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത്. അനുച്ഛേദം 356 അനുസരിച്ചാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത്. ഒരു സംസ്ഥാനത്ത് ഭരണഘടനാപരമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത്. ഒരു സംസ്ഥാനത്ത് ഭരണഘടനാപരമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത്. രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥ പാർലമെൻറ്റ് അംഗീകരിക്കേണ്ടത് 2 മാസത്തിനുള്ളിലാണ്. രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥ പാർലമെൻറ്റ് അംഗീകരിക്കേണ്ടത് 2 മാസത്തിനുള്ളിലാണ്. ഒരു സംസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭരണം പരമാവധി 3 വർഷം വരെ മാത്രമേ നീട്ടാൻ കഴിയൂ. ഒരു സംസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭരണം പരമാവധി 3 വർഷം വരെ മാത്രമേ നീട്ടാൻ കഴിയൂ. രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഭീഷണി ഉണ്ടാകുന്ന അവസരത്തിലാണ് അനുച്ഛേദം 360 അനുസരിച്ച് രാഷ്ട്രപതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. രാഷ്ട്രപതി പ്രഖ്യാപിച്ച സാമ്പത്തിക അടിയന്തരാവസ്ഥ പാർലമെൻറ്റ് അംഗീകരിക്കേണ്ടത് 2 മാസത്തിനുള്ളിലാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ സമയത്ത് സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരുൾപ്പെടെ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കുറവ് ചെയ്യാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. സാമ്പത്തിക അടിയന്തരാവസ്ഥ സമയത്ത് സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരുൾപ്പെടെ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കുറവ് ചെയ്യാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല. കൂറുമാറ്റ നിരോധന നിയമം, ആൻറ്റി ഡിഫെക്ഷൻ ലോ. 1985 52ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത്. 1985 52ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത്. ഭരണഘടനയുടെ 102ാം വകുപ്പിലാണ് ഭേദഗതി വരുത്തിയത്. 10ാം പട്ടിക ഷെഡ്യൂൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 10ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 1985 52ാം ഭരണഘടനാ ഭേദഗതി ഭരണഘടനയുടെ 102ാം വകുപ്പിലാണ് ഭേദഗതി വരുത്തിയത്. 10ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചതിന് ശേഷം ആ പാർട്ടിയിലെ തൻ്റെ അംഗത്വം സ്വമേധയാ രാജിവെക്കുകയോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി സഭയുടെ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്താൽ പ്രസ്തുത അംഗത്തിൻ്റെ തൻ്റെ സഭാ അംഗത്വം നഷ്ടപ്പെടും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചതിന് ശേഷം ആ പാർട്ടിയിലെ തൻ്റെ അംഗത്വം സ്വമേധയാ രാജിവെക്കുകയോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി സഭയുടെ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്താൽ പ്രസ്തുത അംഗത്തിന് തൻ്റെ സഭാ അംഗത്വം നഷ്ടപ്പെടും. കൂറുമാറ്റ നിരോധന നിയമമനുസരിച്ച് ലോക്സഭാ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് രാജ്യസഭാ ചെയർമാനുമാണ്.
കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് ലോക്സഭാ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് രാജ്യസഭാ ചെയർമാനുമാണ്. കൂറുമാറ്റ നിരോധന നിയമം വഴി പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി ലാൽ ദുഹോമ, മിസോറാം. കൂറുമാറ്റ നിരോധന നിയമം വഴി പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി ലാൽ ദുഹോമ. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗം ബാലകൃഷ്ണപിള്ള. മികച്ച പാർലമെൻറ്റേറിയൻ. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഗ്രൂപ്പ് നൽകുന്ന അവാർഡാണ് മികച്ച പാർലമെൻറ്റേറിയൻ അവാർഡ്. ഇന്ത്യൻ പാർലമെൻ്ററി ഗ്രൂപ്പ് നൽകുന്ന അവാർഡാണ് മികച്ച പാർലമെൻറ്റേറിയൻ അവാർഡ്. 1992 ശ്രീ ശിവരാജ് പാട്ടീൽ ലോക്സഭാ സ്പീക്കറായിരുന്ന സമയത്താണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. 1992 ശ്രീ ശിവരാജ് പാട്ടീൽ ലോക്സഭാ സ്പീക്കറായിരുന്ന സമയത്താണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. മികച്ച പാർലമെൻറ്റേറിയനുള്ള അവാർഡ് ലഭിച്ച ആദ്യ പാർലമെൻറ്റ് അംഗം ഇന്ദ്രജിത്ത് ഗുപ്ത. പാർലമെൻ്ററി കമ്മിറ്റികൾ. പാർലമെൻറ്റിലെ 3 ധനകാര്യ കമ്മിറ്റികളാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. പാർലമെൻറ്റിലെ 3 ധനകാര്യ കമ്മിറ്റികളാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. പാർലമെൻ്ററി കമ്മിറ്റി അധ്യക്ഷന്മാരെ നിയമിക്കുന്നത് സ്പീക്കർ. ഏറ്റവും വലിയ പാർലമെൻ്ററി കമ്മിറ്റി എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. ബജറ്റ് എസ്റ്റിമേറ്റുകളെക്കുറിച്ച് പരിശോധിക്കുന്ന കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. ബജറ്റ് എസ്റ്റിമേറ്റുകളെക്കുറിച്ച് പരിശോധിക്കുന്ന കമ്മിറ്റി എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. ലോക്സഭാ അംഗങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലെ അംഗങ്ങൾ 30. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി 1 വർഷം. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി 1 വർഷം. പൊതുമുതലിൻ്റെ ദുർവിനിയോഗം തടയുന്നതിനു വേണ്ടിയുള്ള പാർലമെൻ്ററി കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നതാണ് CAG. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് CAG. പൊതുമുതലിൻ്റെ ദുർവിനിയോഗം തടയുന്നതിനു വേണ്ടിയുള്ള പാർലമെൻ്ററി കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുന്ന കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഒരു പ്രതിപക്ഷാംഗം ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ 22. ലോക്സഭയിൽ നിന്ന് 15, രാജ്യസഭയിൽ നിന്ന് 7. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ യോഗം ചേരുന്നതിനുള്ള കുറഞ്ഞത് 4 പേർ ഉണ്ടായിരിക്കണം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ യോഗം ചേരുന്നതിന് കുറഞ്ഞത് 4 പേർ ഉണ്ടായിരിക്കണം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ നിലവിലെ ചെയർമാൻ KC വേണുഗോപാൽ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ നിലവിലെ ചെയർമാൻ KC വേണുഗോപാൽ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്ന പാർലമെൻ്ററി കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 1964 രൂപീകരിച്ച കമ്മിറ്റി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്ന പാർലമെൻ്ററി കമ്മിറ്റി കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. പബ്ലിക് അണ്ടർടേക്കിങ്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ 22. ലോക്സഭയിൽ നിന്ന് 15, രാജ്യസഭയിൽ നിന്ന് 7. ബജറ്റ്. ഒരു സാമ്പത്തിക വർഷത്തിൽ പാർലമെൻറ്റിൽ ഗവൺമെൻറ് നടത്തുന്ന പ്രതിഷേധ വരവ് ചെലവുകളെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് ബജറ്റ്. ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 112 അനുച്ഛേദം. ബജറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 112 അനുച്ഛേദം. ബജറ്റ് എന്നതിന് പകരമായി ഭരണഘടനയിൽ ഉപയോഗിച്ചിരുന്ന പ്രയോഗമാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, വാർഷിക സാമ്പത്തിക പ്രസ്താവന. ബജറ്റിൻ്റെ ആദ്യ ഭാഗം പൊതു സാമ്പത്തിക സർവേയും രണ്ടാം ഭാഗത്ത് നികുതി ഘടനയുമാണ് പറയുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് മാർച്ച് 31. അടുത്തിടെ സാമ്പത്തിക വർഷം ജനുവരി ടു ഡിസംബർ ആക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. കേന്ദ്ര ബജറ്റ് എല്ലാ വർഷവും ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി ദിവസം ധനമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു.
രാഷ്ട്രപതി ഭരണത്തിന് കീഴിലുള്ള സംസ്ഥാനങ്ങളുടെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. രാഷ്ട്രപതിയുടെ ഭരണത്തിന് കീഴിലുള്ള സംസ്ഥാനങ്ങളുടെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. കേന്ദ്ര ബജറ്റ് എല്ലാ വർഷവും ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി ദിവസം ധനമന്ത്രി ലോക്സഭ ജന്മദിനത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ഒരേ ഒരു ധനകാര്യമന്ത്രി മൊറാർജി ദേശായി. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് പി സി മഹലനോബിസ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് കാനിങ് പ്രഭുവിൻ്റെ കാലത്ത് 1860. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് കാനിങ് പ്രഭുവിൻ്റെ കാലത്ത് 1860. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ 1860 ഫെബ്രുവരി 29. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖം 1947 നവംബർ 26. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി 1950 ജനുവരി 28. ഇടക്കാല ബജറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഷൺമുഖം ചെട്ടി. ഇന്ത്യയിൽ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച ആദ്യ ധനമന്ത്രി C.D. ദേശ്മുഖ് 1951-52. തുടർച്ചയായി 5 പൊതു ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ കേന്ദ്രമന്ത്രിയാണ് C.D. ദേശ്മുഖ്. പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രി മൊറാർജി ദേശായി 10 എണ്ണം. പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി P. ചിദംബരം 9 എണ്ണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചത് K.M. മാണി 13 തവണ. ബജറ്റിലെ ജനറൽ ബജറ്റ്, റെയിൽവേ ബജറ്റ് എന്നിങ്ങനെ രണ്ടായി തിരിച്ച വർഷം 1924. 1921 ആഗർത്ത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം. കേന്ദ്ര പൊതുബജറ്റും റെയിൽവേ ബജറ്റും ലയിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചത് 2016 സെപ്റ്റംബർ 21. പൊതുബജറ്റും റെയിൽവേ ബജറ്റും ഒന്നിച്ച് അവതരിപ്പിച്ചത് 2017 ഫെബ്രുവരി 1. ചരിത്രത്തിൽ ആദ്യമായി ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. 2016 വരെ ഫെബ്രുവരിയിൽ അവസാനത്തെ പ്രവൃത്തി ദിവസത്തെ ബജറ്റ് അവതരിപ്പിച്ചിരുന്നത്. കേരളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള ബജറ്റ് പ്രസംഗം നടത്തിയത് തോമസ് ഐസക്കാണ്, 2 മണിക്കൂർ 56 മിനിറ്റ്. ഉമ്മൻചാണ്ടിയുടെ 2 മണിക്കൂർ 54 മിനിറ്റ് റെക്കോർഡാണ് മറികടന്നത്.